ഈ ലൂസ് സ്കിന്നിൻ്റെ സർജറി എന്ന് പറയുന്നത് പ്രധാനമായും ലൂസ് സ്കിൻ റിമൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്നതിൻ്റെതായ ചെറിയ സ്കാർ ഉണ്ടാവും. പക്ഷേ മെയിനായിട്ട് നമ്മൾ സർജറി ചെയ്യുമ്പോൾ മാക്സിമം ഹിഡൻ ആയ ഏരിയാസിൽ ഈ സ്കാർ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. എല്ലാവർക്കും കേട്ട് പരിചയമുള്ളതെന്ന് പറയുന്ന ഒരു മമ്മി മേക്ക് ഓവർ, അതായത് ടമ്മി ടെക്ക് എന്നൊക്കെ പറയുന്ന സർജറിയാണ്. അതിൽ ബേസിക്കലി നമ്മുടെ ഒരു ഇടുപ്പിൻ്റെ താഴെയായിട്ട് വരുന്നത്, അതായത് നമ്മുടെ ഒരു അണ്ടർ ഗാർമെൻസിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഒരു സ്കാർ വരിക. ഇപ്പം ചില ആൾക്കാർക്ക് നമ്മൾ ബെൽറ്റ് ലൈപ്പക്ടമി എന്ന് പറയും. ടമ്മി ടെക്കിൽ ഫ്രണ്ടിൽ മാത്രമാണെങ്കിൽ ഒരു മാസീവ് വെയിറ്റ് ലോസ് കഴിഞ്ഞ് ഫുൾ ഓൾ അറൗണ്ട് സ്കിൻ തൂങ്ങിക്കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ റൗണ്ടായിട്ട് നമുക്ക് സ്കിൻ എടുത്ത് കളയാൻ പറ്റും. അപ്പം ചുറ്റുമായിട്ടൊരു സ്റ്റിച്ച് ഉണ്ടാവും. വുണ്ട് ഹീൽ ചെയ്യുന്ന വരെയുള്ള കുറച്ചൊരു കെയർ വേണം. ലൈക്ക് സ്കിന്നിൻ്റെ അവിടെ ഒരു ടെൻഷൻ വരാത്ത രീതിയിൽ നമുക്ക് കുറച്ചൊരു കെയർ വേണ്ടി വരും. മേ ബി ഒരു 1 or 2 വീക്സ്. പക്ഷേ അത് കഴിഞ്ഞാൽ ഒരു ലോങ് ടൈമിലേക്ക് നമ്മൾ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. നമുക്കിപ്പം ആമിൽ സ്കിൻ തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യുമ്പോൾ ചെറിയൊരു സ്റ്റിച്ച് ലൈൻ ഉണ്ടാവും. യൂഷ്വലി ആ ലൈൻ പ്ലേസ് ചെയ്യുന്നത് നമ്മളൊരു നോർമലി ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാത്ത രീതിയിലായിരിക്കും. 3-4 ദിവസം കൊണ്ട് തന്നെ അത് ഓൾമോസ്റ്റ് ഡ്രൈ ആവും. അത്രയും ദിവസത്തേക്ക് ഒരു ചെറിയ ഡ്രസ്സിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഓപ്പൺ ആക്കി ഇടാൻ പറ്റും. കുളിക്കുന്നതിനും ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ പലപ്പോഴും കൂടുതൽ ലൈപ്പോസെക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്രഷൻ ഗാർമെന്റ് കൊടുക്കാറുണ്ട് നീരധികം വരാതിരിക്കാനായിട്ട്. ഇൻഫെക്ഷൻ കുറയ്ക്കാനുള്ളൊരു മാക്സിമം ശ്രദ്ധിക്കുക. മിനിമം നമ്പർ ഓഫ് വിസിറ്റേഴ്സ്, കൂടുതൽ വേർക്കുക, കൂടുതൽ നീര് വരിക, അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഒഴിവാകാൻ വേണ്ടിയാണ്.